ഹലോ ഗെയ്സ്, ഞാനെന്നുള്ള കോട്ടക്കൽ കോയിച്ചനയിലുള്ള ചിരാഗ് ഭിന്നശേഷിക്കാരായ തൊഴിൽ കേന്ദ്രത്തിലാണ്. സൈക്കിൾ നന്നാക്കണ കണ്ണ് കാണാത്ത അവർക്ക് ഒരു നേരത്തെ ഭക്ഷണവുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഉമ്മാൻ്റെ പേരിൽ ഭക്ഷണം കൊടുക്കാനുണ്ടായിരുന്നു. അവർ ഇവിടുന്ന് തന്നെ പഠിച്ച് ഇവിടുന്ന് തന്നെ സ്വന്തമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവർക്ക് കോട്ടക്കലുണ്ടിട്ട സ്ഥാപനം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഭക്ഷണം കൊടുക്കാൻ കഴിയുമെങ്കിൽ എല്ലാവരും ഭക്ഷണം കൊടുത്ത് അവരെ സഹായിക്കുക. പിന്നെ ഇവരതിൽ ഏറ്റവും കുറഞ്ഞതിൽ സൈക്കിൾ വാങ്ങാൻ കിട്ടും. ഇവരെ നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യക്കാരനെ വാങ്ങാം. ഞങ്ങൾ ഭിന്നശേഷിക്കാർ അഥവാ കാഴ്ചയില്ലാത്തവരുടെ മേഖലയിൽ പരിശീലനങ്ങൾ പലതും നടക്കുന്നുണ്ടെങ്കിലും പലതും പ്രായോഗികമല്ല. അവർക്ക് വരുമാനം നേടാനുള്ള ഒരു സംവിധാനം നിലവിലില്ല. അപ്പോൾ അങ്ങനെയാണ് നബീലും നൗഷാദും ഈ രംഗത്ത് ഒരുപാട് മാസങ്ങൾ അവർ പഠനം നടത്തി. അങ്ങനെ അവർക്ക് സൈക്കിൾ നിർമ്മാണത്തിൽ പരിശീലനം കൊടുത്താൽ അവർക്കതൊരു വരുമാന മാർഗ്ഗമാകുമെന്നുള്ളത് കണ്ടെത്തിയതിന് ശേഷമാണ് ഈ ഒരു സംവിധാനം തുടങ്ങുന്നത്. അത് ആദ്യം ഒരു സ്വകാര്യ മേഖലയിൽ തുടങ്ങിയിരുന്നു, കൊണ്ടോട്ടിയിൽ വെച്ചിട്ട്. അവിടെ അത് വളരെ നന്നായി വിജയിച്ചു. അവർക്ക് വരുമാനം കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പ്രസിഡൻ്റായ സമയത്താണ് ഇവിടെ ഈ സ്ഥാപനം ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടി ഈ 2 താമസിക്കാനുള്ള സൗകര്യവും ഈ വർക്ക്ഷോപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിലിപ്പോൾ 20ഓളം പേര് ജോലി ചെയ്യുന്നുണ്ട്. 3 ട്രെയിനർമാരുണ്ട്, ബാക്കിയുള്ളവർ പഠിതാക്കളായിട്ടും. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ 3 മാസം കൊണ്ട് നന്നായി അത് പഠിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരുണ്ടാക്കുന്ന സൈക്കിളുകൾ മാർക്കറ്റ് ചെയ്യുക, വിപണനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. അത് ഞങ്ങൾ കോഴിക്കോടും എടരിക്കോടും എക്സ്പോ നടത്തി. എക്സ്പോ വളരെ വിജയമായിരുന്നു. അതിന് തുടർന്ന് ഇപ്പോൾ കോട്ടക്കൽ എക്സ്പോ ആലോചിച്ചിട്ടുണ്ട്. 2-ാം തീയതി മുതൽ അവിടെ എക്സ്പോ ആരംഭിക്കും. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഭിന്നശേഷിക്കാർ എങ്ങനെ വീട്ടിൽ അടച്ചിടപ്പെട്ട കാഴ്ച പരിമിതരായ ആളുകൾക്ക് അവർക്കൊരു സ്ഥിര വരുമാനം ലഭ്യമാക്കാൻ വേണ്ടിയുള്ള സംവിധാനത്തിലാണ്